നമസ്കാരം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ, ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച CPMന്റെ UR പ്രദീപ് എന്നിവർ MLAമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. UR പ്രദീപാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. സഗൗരവമായിരുന്നു സത്യപ്രതിജ്ഞ. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ദൈവനാമത്തിലായിരുന്നു രാഹുലിന്റെ സത്യപ്രതിജ്ഞ. ആദ്യമായിട്ടാണ് രാഹുൽ MLA ആകുന്നത്. രണ്ടാം തവണയാണ് UR പ്രദീപ് MLA ആകുന്നത്. നിയമസഭാ ഹാളിൽ നടന്ന ലളിതമായ ചടങ്ങിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. നിയമസഭാ സ്പീക്കർ AN ഷംസീർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. രാഹുലിന്റെയും പ്രദീപിന്റെയും കുടുംബം ചടങ്ങിൽ പങ്കെടുത്തു. UR പ്രദീപ് രണ്ടാം തവണയാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. 12,201 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 64,259 വോട്ടുകളാണ് UR പ്രദീപിന് ലഭിച്ചത്. 2016 പ്രദീപിന്റെ ആദ്യ വിജയം. രാഹുലിന്റേത് ഇത്തവണ കന്നി അംഗമാണ്. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലായിരുന്നു രാഹുലിന്റെ വിജയം. 18,724 വോട്ടുകൾക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത്. BJPയുടെ C കൃഷ്ണകുമാറാണ് രണ്ടാം സ്ഥാനത്തേക്ക് മാറിയത്. LDF സ്ഥാനാർത്ഥി P സരിൻ മൂന്നാമതുമായി. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വ്യക്തമായ ആധിപത്യം നേടിക്കൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നേറിയത്. ചേലക്കരയിൽ MLA K രാധാകൃഷ്ണനും പാലക്കാട് MLA ഷാഫി പറമ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് പിന്നാലെയാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും ഉപതിരഞ്ഞെടുപ്പ് നടത്തിയത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള നേതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് പൂച്ചെണ്ട് നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് കൈ കൊടുക്കാൻ കൂട്ടാക്കാതിരുന്നത് ശ്രദ്ധേയമായി. രാഹുലിന് ഹസ്തദാനം നൽകാൻ കൂട്ടാക്കാതെ ഇരു കൈകളും കൂപ്പി നമസ്കാരം പറയുകയാണ് പിണറായി വിജയൻ ചെയ്തത്. തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഇടത് സ്വതന്ത്രനായ ഡോക്ടർ സരിന് ഹസ്തദാനം കൊടുക്കാതെ പോയത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. പാലക്കാട് BJP നേതാവ് നടേശന്റെ മകളുടെ വിവാഹ ചടങ്ങിലായിരുന്നു പരസ്പരം കണ്ടിട്ടും LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിനെ കണ്ടതായി നടിക്കാതെ ഷാഫിയും രാഹുലും നടന്നു നീങ്ങിയത്. നിരവധി തവണ രാഹുലെ എന്നും ഷാഫി എന്നും വിളിച്ചിട്ടും രാഹുൽ കൈ കൊടുക്കാതെ പോകുകയായിരുന്നു. മോശമാണ് രാഹുലെ എന്നും അയ്യയ്യേ എന്നും പറഞ്ഞ സരിൻ തനിക്കതിൽ കുഴപ്പമില്ല എന്നും ചുറ്റുമുള്ളവരോട് അന്ന് പറഞ്ഞു. ജനങ്ങൾ ഇത് കാണുന്നുണ്ട് എന്നായിരുന്നു പിന്നീട് മാധ്യമങ്ങളോട് സരിന്റെ പ്രതികരണം. എന്നാൽ ഇന്നത്തെ സംഭവം കണ്ടതോടുകൂടി ആ കൈകൊടുക്കൽ വിവാദം വീണ്ടും കുത്തിപ്പൊക്കുകയാണ് സോഷ്യൽ മീഡിയ. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ പ്രവൃത്തിക്ക് കുറിക്കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് തിരിച്ചടി നൽകിയത്. അതായത് മുഖ്യന്റെ അവഗണന ശ്രദ്ധയിൽപ്പെട്ട VD സതീശൻ രാഹുലിന് മാത്രമല്ല ഇടത് MLAയായ UR പ്രദീപിനും ഹസ്തദാനം നൽകി. അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജനഹിതം അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് CPMും BJPയും കള്ളപ്പണ ആരോപണം ഉന്നയിച്ചത് എന്ന് പാലക്കാട് നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പെട്ടിക്കകത്തും ഇവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തിലും ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ പാലക്കാട്ടെ ജനങ്ങളെ താൻ അഭിവാദ്യം ചെയ്യുകയാണ് എന്നും ഇതൊക്കെ വിശ്വസിച്ച് ജനഹിതം മറിച്ചായിരുന്നുവെങ്കിൽ ഇക്കാര്യം ചർച്ച ചെയ്യാൻ കഴിയുമായിരുന്നുവോ എന്നും അദ്ദേഹം ചോദിച്ചു. BJP രണ്ടാമത് നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒന്നാമതാകുന്നതിനായി അവർ ഹീനമായ പ്രവൃത്തികൾ ചെയ്യുന്നത് മനസ്സിലാക്കാം. അവർ അത് ചെയ്യുന്നവരുമാണ്. എന്നാൽ BJPയെ ഒന്നാമതെത്തിക്കാൻ വേണ്ടി CPMന്റെ ഒരു മന്ത്രിയും അദ്ദേഹത്തിന്റെ അളിയനും ചേർന്ന് നടത്തിയ രാഷ്ട്രീയ നാടകം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് രാഹുൽ ചോദിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJP പ്രസിഡന്റും CPM സംസ്ഥാന സെക്രട്ടറിയും ഉയർത്തിയ ആരോപണങ്ങൾക്കെല്ലാം ജലരേഖയുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും രാഹുൽ പറഞ്ഞു. ഈ പെട്ടി പ്രശ്നം വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ഷാനിമോൾ ഉസ്മാന്റെയും ബിന്ദു കൃഷ്ണയുടെയും മുറികളിലേക്ക് യൂണിഫോം പോലുമില്ലാത്ത പോലീസുകാർ നടത്തിയ തോന്നിവാസം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും തന്നെ അപമാനിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, ഇതിനെല്ലാം CPMും BJPയും നിയമപരമായി തന്നെ മറുപടി പറയേണ്ടി വരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നറിയിപ്പ് നൽകി.